നയാഗ്ര വെള്ളച്ചാട്ടത്തെപ്പറ്റി കേൾക്കാത്തവർ ആരും തന്നെ ഉണ്ടാകില്ല. അമേരിക്കൻ ഐക്യനാടുകളുടെയും കാനഡയുടെയും അതിർത്തിയിലൂടെ ഒഴുകുന്ന നയാഗ്ര നദിയിൽ രൂപം കൊണ്ട ലോകപ്രശസ്തമായ ജലപാതമാണിത്. ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നഗരത്തിനും വെള്ളച്ചാട്ടത്തിന്റെ പേര് തന്നെ നൽകിയിരിക്കുന്നു. നയാഗ്ര ഫാൾസ് സിറ്റി. ഇന്ന് നാം സിറ്റി ടൂറിലൂടെ കടന്നു ചെല്ലുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ നയാഗ്ര ഫാൾസ് സിറ്റിയുടെ കാഴ്ചകളിലേക്കാണ്. വലിപ്പം കൊണ്ടും രൂപം കൊണ്ടും മികച്ച വെള്ളച്ചാട്ടങ്ങൾ ലോകത്ത് വേറെയുമുണ്ടെങ്കിലും നയാഗ്ര ഫാൾസിനെ പോലെ അവയൊന്നും അത്ര പ്രശസ്തി നേടിയിട്ടില്ല. അമേരിക്കയുടെയും കാനഡയുടെയും മികച്ച മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയി തന്നെ ഇതിനെ കണക്കാക്കേണ്ടതുണ്ട്. ഒരു വെള്ളച്ചാട്ടത്തെ ഉപയോഗിച്ച് എങ്ങനെ സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാമെന്ന് ഇതിലൂടെ ഇരു രാജ്യങ്ങളും ലോകത്തിന് കാണിച്ചു തരുന്നു. ടൂറിസ്റ്റ് ആക്ടിവിറ്റികൾ കൂടുതലും കാനഡയുടെ നയാഗ്ര ഫാൾസ് സിറ്റിയിലാണെങ്കിലും അമേരിക്കൻ സിറ്റിയും ഒട്ടും പിന്നിലല്ല. പാർക്കുകളും ബോട്ടിങ്ങും വ്യൂ പോയിന്റുകളും എല്ലാമായി വിശാലമായൊരു ടൂറിസം കോംപ്ലക്സ് തന്നെ നയാഗ്ര ഫാൾസ് സിറ്റിയിൽ അമേരിക്ക ഒരുക്കിയിട്ടുണ്ട്. സന്ദർശകർക്ക് 2-3 ദിവസം ഇവിടെ ചിലവഴിക്കാനും പലതരം ആക്ടിവിറ്റികളിൽ ഏർപ്പെടാനും കഴിയും. വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകൾക്ക് പുറമെ അമേരിക്കൻ ഐക്യനാടുകളിലെ സാധാരണ ജീവിതവും ചില ചരിത്ര സ്മാരകങ്ങളും കൂടി ഇവിടെ നമുക്ക് കാണേണ്ടതുണ്ട്. പോകാം നയാഗ്ര ഫാൾസ് സിറ്റിയിലേക്ക്. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് നയാഗ്ര ഫാൾസ് സിറ്റിയിലെ പ്രധാനപ്പെട്ട 7 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം നയാഗ്ര ഫാൾസ്, തുടർന്ന് കേവ് ഓഫ് ദി വിൻഡ്സ്, പിന്നെ നയാഗ്ര ഫാൾസ് ഒബ്സർവേഷൻ ടവർ, അടുത്തതായി നയാഗ്ര നദി, തുടർന്ന് ഡൗൺ ടൗൺ. അവിടെ നിന്നും അക്വേറിയം ഓഫ് നയാഗ്ര, അവസാനമായി ഓൾഡ് ഫോർട്ട് നയാഗ്ര. നയാഗ്ര ഫാൾസിന്റെ കാഴ്ചകളിൽ നിന്നു തന്നെ നമുക്ക് ഈ യാത്ര ആരംഭിക്കാം. നയാഗ്രയുടെ അമേരിക്കൻ കരയിൽ വിശാലമായൊരു ടൂറിസ്റ്റ് കോംപ്ലക്സ് സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. 2-3 ദിവസം ഉല്ലസിക്കാനും സമയം ചിലവിടാനും വേണ്ടതെല്ലാം ഈ ടൂറിസം സെന്ററിൽ സജ്ജമാണ്. നയാഗ്ര ഫാൾസ് സ്റ്റേറ്റ് പാർക്കാണ് അതിലൊരു പ്രധാന കേന്ദ്രം. 400 ഏക്കറോളം വിസ്തൃതിയുള്ള ഉദ്യാനമാണിത്. നദിയുടെ കരയിൽ മരങ്ങൾ നട്ടും ചെടികൾ വച്ചുപിടിപ്പിച്ചും മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ള പാർക്ക്. നദിയുമായി ബന്ധപ്പെട്ട ഒരു ആവാസ വ്യവസ്ഥ ഉദ്യാനത്തിൽ സംരക്ഷിക്കുന്നുണ്ട്. നയാഗ്ര ഫാൾസ് സ്റ്റേറ്റ് പാർക്കിലൂടെ കാഴ്ചകൾ കണ്ട് നടക്കുന്നത് രസകരമായ അനുഭവമാണ്. പാർക്കിന്റെ ഹരിതാഭ ആസ്വദിച്ചും അലതല്ലി ഒഴുകുന്ന നയാഗ്ര നദിയെ പല ആംഗിളുകളിൽ നിന്നും വീക്ഷിച്ചും നടപ്പാതകളിലൂടെ നടക്കാം. പാർക്കിൽ റെസ്റ്റോറന്റുകൾ, കോഫി ഷോപ്പുകൾ എന്നിവയെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ നിന്നും രുചികരമായ ഭക്ഷണ വിഭവങ്ങളും കഴിക്കാം. സയൻസ് മ്യൂസിയം, ആർട്ട് ഗ്യാലറി, ആംഫി തിയേറ്ററുകൾ എന്നിവയും ഈ പാർക്കിന്റെ ഭാഗമാണ്. ഇനി നമുക്ക് വെള്ളച്ചാട്ടത്തിന് സമീപത്തേക്ക് പോകാം. അമേരിക്കൻ, കനേഡിയൻ എന്നിങ്ങനെ നയാഗ്ര ഫാൾസിന് 2 ഭാഗങ്ങളുണ്ട്.
ഇതിൽ അമേരിക്കൻ ഭാഗത്തുള്ളത് താരതമ്യേന ചെറിയ വെള്ളച്ചാട്ടമാണ്. നദിയിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ 10% മാത്രം കടന്നുപോകുന്ന പിരിവിൽ രൂപം കൊണ്ടിട്ടുള്ള ജലപാതം. പ്രസിദ്ധമായ ഹോഴ്സ് ഷൂ വെള്ളച്ചാട്ടം കനേഡിയൻ ഭാഗത്താണ് ഉള്ളത്. ഗോട്ട് ഐലൻഡിൽ നിന്നും ഈ 2 വെള്ളച്ചാട്ടങ്ങളും അടുത്ത് കാണാനാവും. ഹോഴ്സ് ഷൂ എന്ന പേരിൽ പ്രസിദ്ധമായ കനേഡിയൻ ഫാൾസ് കാണാൻ കഴിയുന്ന മികച്ച സ്ഥാനം ഗോട്ട് ഐലൻഡിലെ ടെറാപ്പിൻ പോയിന്റ് ആണ്. ഈ പ്രദേശമെല്ലാം നദിയുടെ പശ്ചാത്തലത്തിൽ ആകർഷകമായി ഒരുക്കി വെച്ചിട്ടുമുണ്ട്. നയാഗ്ര വെള്ളച്ചാട്ടം പകലും ഇരുട്ടു പരന്ന ശേഷവും കാണണം. പകൽ വെളുത്ത നിറത്തിൽ കുതിച്ചു ചാടുന്ന ജലമാണ് കാണുന്നതെങ്കിൽ രാത്രിയിൽ ലൈറ്റപ്പ് ചെയ്യുന്നതോടെ വെള്ളച്ചാട്ടം ഗംഭീരമായ മറ്റൊരു കാഴ്ച അനുഭവമാകും. ഗോട്ട് ഐലൻഡിന്റെ മറുവശത്താണ് അമേരിക്കൻ ഫാൾസിന്റെ സ്ഥാനം. ഇതിൽ ബ്രൈഡൽ വേൽ ഫാൾസ് എന്നൊരു ചെറിയ പിരിവും ഉൾപ്പെടുന്നുണ്ട്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഡബ്ല്യുവിന്റെ ആകൃതിയിലാണ് അമേരിക്കൻ ഫാൾസിന്റെ രൂപം. അമേരിക്കൻ ഫാൾസ് വീക്ഷിക്കാൻ മികച്ച സ്ഥാനം മെയിൻലാൻഡിലെ പ്രോസ്പെക്ട് പോയിന്റ് ആണ്. നദിക്കപ്പുറം കാനഡയിലുള്ള നയാഗ്ര ഫാൾസ് സിറ്റിയുടെ ഭാഗങ്ങളും ഈ വ്യൂ പോയിന്റുകളിൽ നിൽക്കുമ്പോൾ കാണാൻ കഴിയും. വെള്ളച്ചാട്ടത്തോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ ഒരു വമ്പൻ എന്റർടൈൻമെന്റ് സിറ്റി കാനഡ ഒരുക്കിയിട്ടുണ്ട്. അവിടെയുള്ള ടവറും കാസിനോകളും സ്കൈവീലുമെല്ലാം ഇക്കരെ നിൽക്കുമ്പോൾ ദൃശ്യമാകും. ഉയർന്നു പൊങ്ങുന്ന ജലകണങ്ങളുടെ പശ്ചാത്തലത്തിൽ കനേഡിയൻ ഭാഗം ഒരു സവിശേഷ കാഴ്ചയായി മാറുന്നു. ഇനി കാണേണ്ടത് കേവ് ഓഫ് ദി വിൻഡ്സ് എന്ന അത്യന്തം ത്രസിപ്പിക്കുന്ന ഒരു ഡെസ്റ്റിനേഷനാണ്. ഗോട്ട് ഐലൻഡിൽ ബ്രൈഡൽ വെയിൽസ് വെള്ളച്ചാട്ടത്തിന് താഴെയായി ഒരുക്കിയിട്ടുള്ള ബോർഡ് വാക്കാണിത്. വെള്ളം പതിക്കുന്നതിന് തൊട്ടടുത്തുവരെ എത്താമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. വെള്ളച്ചാട്ടം അടുത്ത് കാണുകയും ചെയ്യാം, കൊടുങ്കാറ്റും പേമാരിയും ഒരുമിച്ച് വന്നതുപോലുള്ള സാഹചര്യം അനുഭവിക്കുകയും ചെയ്യാം. ഒരു ഗുഹയിലൂടെയാണ് ബോർഡ് വാക്കിന് അടുത്തേക്ക് എത്തുക. ഗുഹയിൽ നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെയും വൈദ്യുത പദ്ധതി അടക്കമുള്ള വികസന പ്രവർത്തനങ്ങളുടെയും ചരിത്രം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും പുറത്തിറങ്ങി ബോർഡ് വാക്കിലേക്ക് കയറാം. വാഗ്വേയിലൂടെ നടന്ന് വെള്ളച്ചാട്ടത്തിന് സമീപത്തേക്ക് എത്തുന്തോറും ഉള്ളിൽ ഭയവും ആകാംക്ഷയും കൂടി വരും. പാറക്കെട്ടിൽ പതിച്ച ശേഷം കുതിച്ചൊഴുകുന്ന ജലം താഴെ നിൽക്കുമ്പോൾ കാണാം. ഇതിനടുത്തുകൂടിയാണ് പ്ലാറ്റ്ഫോം പണി കഴിപ്പിച്ചിട്ടുള്ളത്. മുകളിലേക്ക് കയറിയാൽ ജലപാതത്തിന് സമീപത്തേക്കും എത്താം. വെള്ളച്ചാട്ടത്തിന്റെ ഒരറ്റത്ത് നിന്നും ജലം വീഴുന്നത് ഈ പ്ലാറ്റ്ഫോമിലേക്കാണ്. ഹരിക്കെയിൻ ഡെക്ക് എന്നറിയപ്പെടുന്ന ഈ പോയിന്റിലാണ് ഏറ്റവും ഭീതിതമായ അനുഭവം കേവ് ഓഫ് ദി വിൻഡ്സ് നമുക്ക് സമ്മാനിക്കുക. കനത്ത ശബ്ദവും കുതിച്ചുവരുന്ന വെള്ളത്തുള്ളികളുമെല്ലാം ചേർന്ന് സൃഷ്ടിക്കുന്ന പരിസരം ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവില്ല. ആരും അധിക നേരം ഇവിടെ കഴിയില്ലെന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇനി നമുക്ക് പോകേണ്ടത് പ്രോസ്പെക്ട് പോയിന്റിനടുത്തുള്ള ടവറിലേക്കാണ്. നയാഗ്ര ഫാൾസ് ഒബ്സർവേഷൻ ടവർ, പ്രോസ്പെക്ട് പോയിന്റ് ഒബ്സർവേഷൻ ടവർ എന്നെല്ലാം അറിയപ്പെടുന്ന നിർമ്മിതി. നദിയുടെയും വെള്ളച്ചാട്ടത്തിന്റെയും പരിസര പ്രദേശങ്ങളുടെയും പനോരമിക് കാഴ്ച സാധ്യമാകുന്നതാണ് ടവറിന്റെ സവിശേഷത. ഒബ്സർവേഷൻ ടവറിന് 20 നില കെട്ടിടത്തിന്റെ ഉയരമുണ്ട്. ഒരു പാലം വഴിയാണ് ടവറിനെ കരയുമായി ബന്ധിപ്പിച്ചിട്ടുള്ളത്. പാലത്തിന്റെ ഒരറ്റത്തായി
വ്യൂ പോയിന്റും സജ്ജീകരിച്ചിരിക്കുന്നു. ഇവിടെ നിന്നാൽ അമേരിക്കൻ, കനേഡിയൻ വെള്ളച്ചാട്ടങ്ങൾ ഒറ്റ ഫ്രെയിമിൽ കാണാനാകും. വെള്ളച്ചാട്ടത്തിന് സമീപത്തേക്കുള്ള ബോട്ടിംഗ് ആരംഭിക്കുന്നത് ടവറിന്റെ താഴെയുള്ള ഡെക്കിൽ നിന്നാണ്. മുകളിൽ നിന്നും ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് എടുക്കാനാകും. എന്നാൽ ഒബ്സർവേഷൻ ടവറിൽ കയറാൻ ടിക്കറ്റ് ആവശ്യമില്ല. ടവറിലെ ലിഫ്റ്റിലൂടെയാണ് ഡെക്കിനടുത്തേക്ക് എത്തുക. നയാഗ്ര ഫാൾസ് കാണാൻ വരുന്നവർ ഒബ്സർവേഷൻ ഡെക്കിലെത്തി വെള്ളച്ചാട്ടങ്ങളും പരിസരവും മതിയാവോളം കണ്ടിട്ടേ മടങ്ങാറുള്ളൂ. നദി കടന്നുപോകുന്ന ഭൂപ്രകൃതിയുടെ കിടപ്പ് ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് വ്യക്തമാവുക. നദി ഒഴുകി വന്ന് ഇടുക്കിലേക്ക് പതിക്കുന്നതും തുടർന്ന് ശാന്തമായി മുന്നോട്ടൊഴുകുന്നതുമെല്ലാം രസകരമായ കാഴ്ചയാകുന്നു. കാനഡയുടെ ഭാഗങ്ങളും ടവറിൽ നിന്നും കൂടുതൽ നന്നായി കാണാനാകും. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. അടുത്തതായി നമുക്ക് നയാഗ്ര ഫാൾസ് നഗരത്തിലെ ഏറ്റവും ആകർഷകമായ ആക്ടിവിറ്റികളിലൊന്നായ നയാഗ്ര നദിയിലൂടെയുള്ള ബോട്ടിങ്ങിന് പോകാം. ബോട്ട് ജെട്ടി സ്ഥിതി ചെയ്യുന്ന നദീഭാഗം ലോവർ ഗോർജ് എന്നറിയപ്പെടുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ബോട്ടിൽ കയറാനുള്ള ക്യൂവിൽ സ്ഥാനം പിടിക്കാം. ഓരോ 15 മിനിറ്റ് ഇടവിട്ടും ബോട്ട് പുറപ്പെടുന്നുണ്ട്. 20 മിനിറ്റ് നീളുന്ന ബോട്ട് യാത്രയാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ബോട്ടിൽ കയറുന്നതിനു മുൻപ് സഞ്ചാരികൾക്ക് നീല നിറത്തിലുള്ള ഒരു റെയിൻകോട്ട് അണിയാൻ തരും. കുതിച്ചു വരുന്ന വെള്ളത്തുള്ളികൾ വീണ് നനയാതിരിക്കാനാണിത്. നീല നിറത്തിലുള്ള കോട്ടണിഞ്ഞ് ബോട്ടിൽ ആളുകൾ സഞ്ചരിക്കുന്നത് തന്നെ ഒരു ചന്തമുള്ള കാഴ്ചയാണ്. മുകളിലെ വ്യൂ പോയിന്റുകളിൽ നിന്നും അത് കൂടുതൽ ഭംഗിയായി ആസ്വദിക്കാനും കഴിയും. മെയ്ഡ് ഓഫ് ദി മിസ്റ്റ് എന്നാണ് അമേരിക്കൻ ഭാഗത്തു നിന്നും പുറപ്പെടുന്ന ബോട്ടുകളുടെ പേര്. എന്നാൽ കനേഡിയൻ ബോട്ടുകളുടെ പേര് ഹോൺ ബ്ലോവർ എന്നാണ്. കൂടാതെ കനേഡിയൻ ബോട്ടുകളിലുള്ളവർ അണിയുന്നത് ചുവന്ന നിറത്തിലുള്ള റെയിൻകോട്ടുമാണ്. നിറം നോക്കി കനേഡിയൻ, അമേരിക്കൻ ബോട്ടുകളെ കാഴ്ചയിൽ തിരിച്ചറിയാനാകും. ബോട്ടിൽ യാത്ര തുടങ്ങുമ്പോൾ ആദ്യം കാണുക അമേരിക്കൻ ഫാൾസ് ആണ്. പാറക്കെട്ടുകളിലേക്ക് വെള്ളം ശക്തമായി പതിക്കുന്നതിനാൽ ഇവിടെ ജലഗണങ്ങൾ ദൂരത്തിൽ ചിതറിത്തെറിക്കുന്നുണ്ട്. അന്തരീക്ഷത്തിലേക്ക് ഉയരുന്ന തുള്ളികൾ മൂടൽ മഞ്ഞുപോലെ വെള്ളച്ചാട്ടത്തെ മറയ്ക്കുകയും ചെയ്യുന്നു. ബോട്ടിൽ നിൽക്കുമ്പോൾ കോട്ടിട്ട് മഴ നനയുന്ന പ്രതീതിയാണ് ഉണ്ടാവുക. ഒഴുകിച്ചാടുന്ന വെള്ളത്തിന്റെ ഭീകരമായ ശബ്ദവും കാഴ്ചയും ചേർന്ന് ഒരു അത്യപൂർവ അനുഭവം തന്നെ സമ്മാനിക്കുന്നു. അമേരിക്കൻ ഫാൾസ് കഴിഞ്ഞ് മുന്നോട്ട് ചെല്ലുമ്പോൾ ഹോർസ്ഷൂ ഫാൾസ് കൺമുന്നിലേക്ക് വരും. ഒരു ജലഭിത്തി പോലെ യു ആകൃതിയിൽ 3/4 കിലോമീറ്ററോളം നീളത്തിലുള്ള ജലപാതം. തടസ്സങ്ങളൊന്നുമില്ലാതെ പതിക്കുന്നുവെന്നത് ഈ വെള്ളച്ചാട്ടത്തെ കാഴ്ചയിൽ വ്യത്യസ്തമാക്കുന്നുണ്ട്. അന്തരീക്ഷത്തിലേക്ക് ഉയരുന്ന ജലഗണങ്ങൾ വെള്ളച്ചാട്ടത്തിന്റെ മധ്യഭാഗത്തെ മറയ്ക്കും. അതുകൊണ്ട് വശങ്ങൾ മാത്രമേ വ്യക്തമായി കാണാനാകൂ. ഈ ജലഗണങ്ങൾ ശക്തിയായി മുഖത്തേക്ക് വന്നടിക്കുന്നതിനാൽ കാഴ്ചയും അല്പം ബുദ്ധിമുട്ടായിരിക്കും. ഒരു ലോകാത്ഭുതത്തെ സാഹസികമായി തൊട്ടടുത്തെത്തി കാണാൻ കഴിയുന്നുവെന്ന തിരിച്ചറിവാണ് ഈ യാത്ര നൽകുന്ന സംതൃപ്തി.
ഇനി നമുക്ക് ഒരു ഹെലികോപ്റ്റർ ടൂറിന് പോകാം. നയാഗ്ര ഫാൾസ് പൂർണ്ണമായും കാണാൻ ഏറ്റവും മികച്ച മാർഗം ഹെലികോപ്റ്റർ യാത്രയാണ്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾ ഹെലികോപ്റ്റർ ടൂർ നടത്താൻ പരമാവധി ശ്രമിക്കാറുണ്ട്. ടിക്കറ്റ് കിട്ടാൻ വളരെ പ്രയാസമുള്ളതുകൊണ്ട് മുൻകൂട്ടി ബുക്കിംഗ് ചെയ്യുന്നതാണ് അനിവാര്യം. നയാഗ്ര ഫാൾസ് ഹെലികോപ്റ്റർ ടൂർ 15 മിനിറ്റോളം നീണ്ടു നിൽക്കും. സ്റ്റേറ്റ് പാർക്കിന് സമീപത്തുള്ള ഹെലിപ്പാഡിൽ നിന്നാണ് യാത്രയുടെ തുടക്കം. ചുറ്റും ഗ്ലാസ് പാകിയ ഹെലികോപ്റ്റർ ആയതിനാൽ കാഴ്ചകൾ തടസ്സങ്ങളില്ലാതെ വ്യക്തമായി കാണാനാകും. വിവിധ ദിശകളിലേക്ക് സഞ്ചരിച്ച് നയാഗ്ര ഫാൾസിന്റെ വിവിധ ആംഗിളുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ആസ്വദിക്കാൻ ഹെലികോപ്റ്റർ ടൂറിലൂടെ അവസരമൊരുക്കുന്നു. വെള്ളച്ചാട്ടം മാത്രമല്ല, ചുറ്റുമുള്ള ഭൂപ്രകൃതിയും ഇവിടെ കാഴ്ചയാണ്. ഈറി, ഒൻറ്റാറിയോ എന്നീ തടാകങ്ങളും നദി കടന്നുപോകുന്ന മലയിടുക്കുമെല്ലാം ഇതിൽ ഉൾപ്പെടും. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ അതിർത്തി കടന്ന് കാനഡയിലേക്കും സഞ്ചരിക്കാൻ ഹെലികോപ്റ്ററുകൾക്ക് അനുവാദമുണ്ട്. അതുകൊണ്ട് തന്നെ കാനഡയുടെ വശത്തുനിന്നും കൂടി വെള്ളച്ചാട്ടം കാണാം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മാത്രമല്ല, കാനഡയും ഇത്തരത്തിൽ ഹെലികോപ്റ്റർ സർവീസ് സംഘടിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് നയാഗ്ര ഫാൾസ് സിറ്റിയുടെ ഡൗൺ ടൗണിലേക്ക് പോകാം. വലിയ അമേരിക്കൻ നഗരങ്ങളിലെ പോലെ തിളക്കമാർന്ന ഡൗൺ ടൗൺ അല്ല നയാഗ്ര ഫാൾസ് സിറ്റിയിലേത്. ഇന്നാട്ടിലെ സാധാരണ ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും കെട്ടിടങ്ങളുമാണ് ഡൗൺ ടൗണിൽ കൂടുതലുള്ളത്. തിരക്കും വളരെ കുറവാണ്. മനോഹരമായി ഒരുക്കിയിട്ടുള്ള പാതയോരങ്ങളാണ് ഡൗൺ ടൗണിൽ നമ്മെ ആദ്യം ആകർഷിക്കുക. തനത് അമേരിക്കൻ നിലവാരം എങ്ങും കാണാനാകും. ടൗൺ ഹാൾ അടക്കമുള്ള മന്ദിരങ്ങൾ അമേരിക്കൻ ശൈലിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡൗൺ ടൗണിലെ ഒരു പ്രധാന പാത ഓൾഡ് ഫാൾസ് സ്ട്രീറ്റ് ആണ്. നയാഗ്ര ഫാൾസ് സ്റ്റേറ്റ് പാർക്കിന്റെ മുന്നിൽ നിന്നും ഈ സ്ട്രീറ്റ് ആരംഭിക്കുന്നു. ഹോട്ടലുകളും വിനോദ കേന്ദ്രങ്ങളും റെസ്റ്റോറന്റുകളും സുവനീർ ഷോപ്പുകളുമെല്ലാം പാതയുടെ വശങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ഷോപ്പിങ്ങിനും ആളുകൾ എത്തുന്ന ഇടമാണിത്. നഗരത്തിലെ പ്രധാന നൈറ്റ് ലൈഫ് സെന്ററും ഓൾഡ് ഫാൾസ് സ്ട്രീറ്റ് ആണ്. രാത്രിയാകുന്നതോടെ ഓൾഡ് ഫാൾസ് സ്ട്രീറ്റിലെ പബ്ബുകളും ബാറുകളും സജീവമാകും. പല നാടുകളിൽ നിന്നുള്ള വ്യത്യസ്തമായ വിഭവങ്ങൾ ഈ ഭക്ഷണശാലകളിൽ ലഭ്യമാണ്. അതുപോലെ ചുറ്റുവട്ട കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് പാതയോരത്തിരുന്നും ഭക്ഷണം കഴിക്കാം. സെനേക്ക നയാഗ്ര റിസോർട്ട് ആൻഡ് കാസിനോയാണ് ഇവിടുത്തെ ഒരു പ്രധാന ടൂറിസ്റ്റ് റിസോർട്ട്. കാസിനോയും ഷോപ്പിംഗ് സെന്ററും ഹോട്ടലുമെല്ലാം ഈ കോംപ്ലക്സിൽ ഉൾപ്പെടുന്നു. അടുത്തതായി അക്വേറിയം ഓഫ് നയാഗ്ര എന്ന ജലജീവി പ്രദർശന കേന്ദ്രത്തിലേക്ക് പോകാം. വിനോദത്തിനൊപ്പം അറിവും കൂടി പകരുന്നുവെന്നത് ഈ പ്രദർശനത്തിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ കുടുംബസമേതം ധാരാളം ആളുകൾ അക്വേറിയം സന്ദർശിക്കാനെത്തുന്നു. കൊച്ചുകുട്ടികളെ പ്രദർശനം വളരെയേറെ ആകർഷിക്കുന്നുമുണ്ട്. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടും ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് അക്വേറിയത്തിൽ സംഘടിപ്പിച്ചു വരുന്നത്. അക്വേറിയം ഓഫ് നയാഗ്രയിൽ 40ഓളം ടാങ്കുകളിൽ ജീവികളെ പാർപ്പിച്ചിട്ടുണ്ട്. വ്യത്യസ്ത സ്പീഷീസുകളിൽ നിന്നുള്ള 1500-ലധികം ജീവികൾ ഇതിൽ ഉൾപ്പെടും. ഒരു മികച്ച കാഴ്ച അനുഭവം നൽകും വിധമാണ് പ്രദർശനം ഡിസൈൻ ചെയ്തിട്ടുള്ളത്.
പ്രകാശ സംവിധാനങ്ങളുടെ സജ്ജീകരണം ഇവയുടെ ദൃശ്യപരമായ ചാരുത വർദ്ധിപ്പിക്കുന്നുമുണ്ട്. വെറുതെ കണ്ടുപോകുന്നതിനപ്പുറം ചില ജീവികളെ നേരിട്ട് സ്പർശിച്ചറിയാനും ഇവിടെ അവസരം നൽകുന്നു. ചെറിയ സ്രാവ്, തിരണ്ടി തുടങ്ങിയ ജീവികൾക്കൊപ്പം ഇങ്ങനെ അടുത്തിടപഴകാനാകും. മറ്റു ചില ജീവികളെ കൂടുതൽ പരിചയപ്പെടുത്താനായി പ്രസന്റേഷനുകളും നടത്തുന്നുണ്ട്. പെൻഗ്വിൻ, കടൽ സിംഹം, കടലാമ എന്നിവയൊക്കെയാണ് അതിൽ പ്രധാനം. ഈ ജീവികളുടെ ആവാസ വ്യവസ്ഥ, ജീവിത രീതികൾ എന്നിവയൊക്കെ പ്രസന്റേഷനിലൂടെ മനസ്സിലാക്കാനാകും. കൗതുകകരമായ ഒട്ടേറെ അറിവുകളാണ് ഇത്തരം സെഷനുകളിലൂടെ പങ്കുവെക്കുന്നത്. ഇതുകൂടാതെ ഗ്രേറ്റ് ലേക്കസ് 360 എന്നൊരു പ്രദർശനവും അക്വേറിയത്തിൽ ഉൾപ്പെടുന്നുണ്ട്. പ്രാദേശിക ആവാസ വ്യവസ്ഥയെ അടിസ്ഥാനമാക്കി രൂപീകരിച്ചിട്ടുള്ളതാണ് ഈ വിഭാഗം. അവസാനമായി നയാഗ്ര ഫാൾസ് നഗരത്തിന് സമീപത്തുള്ള ഓൾഡ് ഫോർട്ട് നയാഗ്രയിലേക്ക് പോകാം. നയാഗ്ര ഫാൾസ് നഗരം ഉൾപ്പെടുന്ന മേഖലയുടെ ചരിത്രം ഈ ആർക്കിയോളജിക്കൽ സൈറ്റിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നയാഗ്ര നദി ഒൻറ്റാറിയോ തടാകത്തോട് ചേരുന്നിടത്താണ് കോട്ടയുടെ സ്ഥാനം. കൊളോണിയൽ കാല ചരിത്രം അവതരിപ്പിക്കുന്ന ലൈവ് മ്യൂസിയം കൂടിയാണിത്. പോയകാല സംഭവങ്ങൾ ഇവിടെ അഭിനേതാക്കളുടെ സഹായത്തോടെ പുനരാവിഷ്കരിക്കപ്പെടുന്നു. കോട്ടയുടെ ഉള്ളിലെ പ്രധാന നിർമ്മിതികളെല്ലാം 18-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചവയാണ്. ഈ പ്രദേശത്ത് ഏറ്റവും ആദ്യമായി നിർമ്മിച്ച ഉറപ്പുള്ള കെട്ടിടങ്ങളും ഇവയാണ്. ഫ്രഞ്ച് കാസിൽ എന്നറിയപ്പെടുന്ന ദുർഗമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. 18-ാം നൂറ്റാണ്ടിലെ നിർമ്മാണ രീതികൾ, ദൈനംദിന ജീവിത ഉപകരണങ്ങൾ, ആയുധങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആയുധപ്പുരകൾ, സൈനികരുടെ താമസയിടങ്ങൾ എന്നിവയും കോട്ടയുടെ ഭാഗമായിരുന്നു. സജീവമായിരുന്ന കാലത്ത് വലിയ വെടിമരുന്ന് ശേഖരമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ദേശീയ ദിനങ്ങളിൽ വലിയ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്ന കേന്ദ്രമാണിവിടം. ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്ന ലൈവ് ഷോകൾ വിശേഷ ദിവസങ്ങളിൽ കോട്ടയിൽ അരങ്ങേറുന്നു. നയാഗ്ര വെള്ളച്ചാട്ടത്തെ കേന്ദ്രീകരിച്ച് വികസിപ്പിച്ച അമേരിക്കൻ നഗരമായ നയാഗ്ര ഫാൾസ് സിറ്റിയുടെ കാഴ്ചകളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുവന്നത്. നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ അതിശയിപ്പിക്കുന്ന ഭംഗിയും ശക്തിയും ടൂറിസ്റ്റുകൾക്ക് മറക്കാനാവാത്ത അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. പ്രകൃതി സൗന്ദര്യവും ആധുനിക വിനോദസഞ്ചാര സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ഈ നഗരം ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു.